രുദ്രാക്ഷം. രുദ്ര എന്നാൽ ശിവനെന്നും അക്ഷം എന്നാൽ കണ്ണെന്നുമാണ് പൊരുൾ. ശിവന്റെ കണ്ണായി കരുതപ്പെടുന്ന രുദ്രാക്ഷത്തെ വിധിപ്രകാരം ധരിച്ചാൽ പാപം ശപിക്കുമെന്നും അതുവഴി ഏറെ ഗുണം ചെയ്യുമെന്നാണ് വിശ്വാസം. പണ്ട് ത്രിപുരൻ എന്നൊരു അതിശക്തിമാനും പരാക്രമിയുമായ അസുരപ്രമാണി ഉണ്ടായിരുന്നു. അവൻ ദേവന്മാരെയും ദേവാധിപരെയും തോൽപ്പിച്ച് ഏകചക്രാധിപതിയായി തീർന്നു. ഇതിനാൽ സങ്കടത്തിലായ ദേവന്മാർ പരമശിവന്റെ അടുക്കൽ ചെന്ന് പരാതി ബോധിപ്പിച്ചു. ത്രിപുരനെ എങ്ങനെ വധിക്കേണ്ടു എന്ന വിചാരത്തിൽ കണ്ണടിച്ചിരുന്ന് ധ്യാനിച്ച പരമശിവൻ 1000 ദിവ്യവർഷങ്ങൾക്ക് ശേഷമാണ് കണ്ണു തുറന്നത്. അപ്പോൾ നേത്രങ്ങളിൽ നിന്ന് അശ്രുബിന്ദുക്കൾ താഴെ വീണു. ഈ ബാഷ്പബിന്ദുക്കളിൽ നിന്നാണത്രേ രുദ്രാക്ഷ വിഷങ്ങൾ ഉണ്ടായത്. പരമശിവന്റെ സൂര്യനേത്രത്തിൽ നിന്ന് 12 വിധ രുദ്രാക്ഷങ്ങളും ചന്ദ്രനേത്രത്തിൽ നിന്ന് 16 വിധ രുദ്രാക്ഷങ്ങളും അഗ്നിനേത്രത്തിൽ നിന്ന് 10 വിധ രുദ്രാക്ഷങ്ങളുമാണ് ഉണ്ടായത്. സൂര്യനേത്രത്തിൽ നിന്നുണ്ടായവ രക്തവർണ്ണമാണ്. ചന്ദ്രനേത്രത്തിൽ നിന്ന് വെള്ള നിറത്തിലുള്ള രുദ്രാക്ഷങ്ങളും ഉണ്ടായി. അഗ്നിനേത്രത്തിൽ നിന്നുണ്ടായവയുടെ നിറം കറുപ്പാണ്. പുരാണങ്ങളിൽ ത്രിപുരനെ പരമശിവൻ തന്നെ വധിക്കുന്നു. അങ്ങനെ മഹാദേവന് ത്രിപുരാന്തകൻ എന്നൊരു നാമം കൂടി വന്നു. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.